The story Fugitive Colors is written by Selina Hussain. The author is a great Bengali novelist and short story writer. The story is written in Bengali, and Fugitive Colors is a story about the trouble-stricken region of Bangladesh. അപ്പം നമ്മുടെ ഓഥർ സെലിന ഹുസൈൻ എന്ന് പറയുന്ന ഓഥർ ഒരു ബംഗാളി നോവലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം സെലിന അവൾ എഴുതിയിരിക്കുന്നത് ഈ ഫുജിറ്റീവ് കളേഴ്സ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെയാണ്. ബംഗ്ലാദേശിൽ സംഭവിച്ചിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഒരു സ്റ്റോറി എന്ന രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു കഥയാണിത്. ഇറ്റ് ഡീൽസ് വിത്ത് ദി സാക്രിഫൈസ് ഓഫ് എ യങ് മാൻ ഹു ഹാസ് ബീൻ മർഡേർഡ് ബിക്കോസ് ഹി റെപ്രസെൻറ്റ് ദി എനിമി. അപ്പോൾ ഇതൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവിൻ്റെ ത്യാഗമാണ്, ഒരു സാക്രിഫൈസാണ്. ഹു ഹാസ് ബീൻ മർഡേർഡ്, അവൻ വധിക്കപ്പെട്ടു. ബിക്കോസ് ഹി റെപ്രസെൻറ്റ് ദി എനിമി, അവനൊരു എതിർപക്ഷമായതുകൊണ്ട് അവൻ വധിക്കപ്പെട്ടു. അപ്പോൾ അവൻ്റെ കഥയാണ് ഫുജിറ്റീവ് കളേഴ്സ്. ദി സ്റ്റോറി പോർട്രേറ്റ്സ് എ വിവിഡ് ആൻഡ് കളർഫുൾ പിക്ചർ ഓഫ് ദി മിലിറ്ററി and the horrors it portrays on the people whom the raw power of the state and misery of its citizens. അപ്പം ഈ ഒരു സ്റ്റോറി പോർട്രേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി വിവരിക്കുന്നത് ഒരു മിലിറ്ററി, നമ്മുടെ ഇപ്പം അധികാരത്തിലുള്ള ഒരു ഭരണഘടന കൈകാര്യം ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പവർ ഉള്ള ഇപ്പം മിലിറ്ററിക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആർമി, ഇവരുടെ എല്ലാം ആ ഒരു അധികാര ദുരുപയോഗമാണ് ഈ ഒരു കഥയിൽ മെയിനായിട്ട് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് ദി സോൾജിയേഴ്സ് ഇൻ ദി ബ്യൂട്ടിഫുൾ വില്ലേജ് മെന്റ് ടു ഇറ്റ്സ് ഇൻഹാബിറ്റൻസ് ബിറ്റർനെസ്, ഹാട്രിഡ്, ബ്ലഡ് ഷെഡ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു കഥ സംഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ബംഗ്ലാദേശിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ബംഗ്ലാദേശിലെ ഒറിജിനലായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകൾ, ഹിൽ പീപ്പിൾ എന്ന് പറയും, അവരവിടെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു സ്ഥലമെല്ലാം കയ്യേറാൻ വേണ്ടി ബംഗാളി സോൾജിയേഴ്സ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ആ ഒരു പട്ടാളക്കാരായിട്ടുള്ളവർ, അവരിവരോട് ചെയ്യുന്ന ദ്രോഹങ്ങളൊക്കെയാണ് ഈ ഒരു കഥയുടെ സാരം. അപ്പോൾ ഇവർ ഓരോ ദിവസവും ഇവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജിൽ പോയിട്ട്, ഈ ഒരു ട്രൈബൽ ആയിട്ടുള്ള പീപ്പിളിൻ്റെ വില്ലേജിൽ പോയിട്ട് അവരെ ആക്രമിക്കുകയും അവരുടെ തോന്നിവാസ സ്വഭാവങ്ങളെല്ലാം കാണിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റ്, ഹിൽ പീപ്പിളും ബംഗാളി സോൾജേഴ്സും തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ, ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകും. ഇപ്പോൾ ബംഗാളി സോൾജേഴ്സിൽ ഒരാളാണ് അല്ലെങ്കിൽ ബംഗാളി സോൾജറിൽ ഒരാളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഹിൽ പീപ്പിൾ വെറുതെ ഇരിക്കത്തില്ല, അവനെ എങ്ങനെയെങ്കിലും വധിക്കാനേ നോക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബിബിത, സുദീപ്. ബിബിത എന്ന് പറയുന്നത് ഹിൽ പീപ്പിളിലെ ഒരു പെണ്ണാണ്. അപ്പോൾ സുദീപ് എന്ന് പറയുന്നത് ബംഗാളി സോൾജേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവർ ഒരു കാലത്ത് പ്രണയിച്ച് നടന്ന ഒരു കൂട്ടരാണ്. പിന്നീട് ബിബിത ഇവനെ ഇട്ടേച്ച് പോവാണ്, സുദീപിനെ ഇട്ടേച്ച് പോവാണ്. കാരണം എന്നാണ്, നമ്മുടെ സുദീപ് ബംഗാളി സോൾജേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളിൽ നിന്നുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഉപേക്ഷിച്ചു. ശുഭനോ പ്രിയ എന്ന് പറയുന്നത് ഹിൽ പീപ്പിളിലെ നമ്മുടെ സുദീപിൻ്റെ, നമ്മുടെ ബിബിതയുടെ പ്രേമിക്കുന്ന ആളായിട്ടുള്ള സുദീപിൻ്റെ കൂട്ടുകാരനാണ്. അവൻ ശുഭനപ്രിയ ഹിൽ പീപ്പിളിൽ ബിലോങ് ചെയ്യുന്ന ഒരാളാണ്. പൂർണ്ണചന്ദ്ര എന്ന് പറയുന്നത് ശുഭനപ്രിയയുടെ ഏറ്റവും എൽഡർ ബ്രദറാണ്, ഏറ്റവും ചെറിയ സഹോദരനാണ്. 10 വയസ്സ് മാത്രമേ ഉള്ളൂ. കജോളിക എന്ന് പറയുന്നത് എൽഡർ സിസ്റ്ററാണ് ശുഭനപ്രിയയുടെ. റബോട്ടി എന്ന് പറയുന്നത് ഈ ശുഭനപ്രിയയുടെ ഇളയ പെങ്ങളുടെ ലവറാണ്. കജോളികയുടെ ലവറാണ് റബോട്ടി എന്ന് പറയുന്നത്. അതെല്ലാം നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ഫുജിറ്റീവ് കളേഴ്സ് ബൈ സെലിന ഹുസൈൻ ഈസ് എ സ്റ്റോറി അബൌട്ട് ദി ട്രബിൾഡ് ഹിൽ റീജിയൻസ് ഓഫ് ബംഗ്ലാദേശ് ആൻഡ് സാക്രിഫൈസ് ഓഫ് എ യങ് മാൻ ഹു ഈസ് കിൽഡ് ബിക്കോസ് ഹി റെപ്രസെൻറ്റ് ദി എനിമി. ദി സ്റ്റോറി പെയിൻറ്റ്സ് എ വിവിഡ് പോർട്രേറ്റ് ഓഫ് ദി മിലിറ്ററി ആൻഡ് ദി ഹൊറേഴ്സ് ഇറ്റ് ക്യാരീസ് ഓൺ പീപ്പിൾ. അപ്പം ഈ ഒരു പട്ടാളക്കാരുടെ ക്രൂവൽ ആക്ടിവിറ്റീസ്, അവരുടെ ആ ഒരു അധികാരമുള്ള ആ ഒരു ദുരുപയോഗമെല്ലാം ഇവരിൽ വളരെയധികം പ്രയാസങ്ങളും അതുപോലെ ഒത്തിരി കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ ഇതുമൂലം അവർക്കുണ്ടായി. അതുകൊണ്ട് അവർക്ക് അതിനോടെല്ലാം ഭയങ്കര ദേഷ്യമാണുള്ളത്, അമർഷമാണുള്ളത്. ഇറ്റ് ബ്രിങ്സ് ഔട്ട് ദി മേഴ്സിലെസ് ഓഫ് സ്റ്റേറ്റ് പവർ ആൻഡ് ഹെൽപ്ലെസ് പ്ലൈറ്റ് അറ്റ് ഇറ്റ്സ് വിക്ടിംസ്. അപ്പം ഈ പട്ടാളക്കാർക്ക് അവർക്ക് ഫുൾ പവർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് വേണമെങ്കിലും ഇവരെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വിക്ടിംസ് ആയിട്ടുള്ള
ഈ അനുഭവിക്കുന്നവർ അവർക്ക് ഹെൽപ്ലെസ് ആണ്, അവർക്ക് വേറെ വഴിയൊന്നുമില്ല, അവർ നിസ്സഹായരാണ് ഇവരുടെ മുമ്പിൽ. ഇൻ ദി സ്റ്റോറി കാരണം അവരാണ് ഒറിജിനലായിട്ട് ബംഗ്ലാദേശിലെ ഒറിജിനൽ ആളുകളെന്ന് പറയുന്നത്. ബാക്കിയുള്ള ആർമി എന്ന് പറയുന്നത് ഇവരെ കയ്യേറി വരുന്നവരാണ്. അപ്പോൾ ഒരു അധികാരത്തിൻ്റെ ഒരു ബലത്തിൽ ഇവർ അവരുടെ സ്ഥലവും ആളുകളെ ആക്രമിച്ചും കയ്യേറിയെല്ലാം കയറി വരുന്നവരാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യക്കാരെ കയ്യേറിയതുപോലെ തന്നെ. In the story, Shudib is a representative of a Bengali settlers in the land of hill people. In the beginning of the story, he introduced as a young, abandoned and rejected lover. He is on the verge of a mental breakdown. He is dejected and depressed. അപ്പോൾ നമ്മുടെ ഷുദീബ് എന്ന് പറയുന്ന ആൾ, അവനാണ് മെയിൻ ക്യാരക്ടർ. നമ്മുടെ ബംഗാളി ആയിട്ടുള്ള ഒരാളാണ് ഈ ഷുദീബ് എന്ന് പറയുന്നത്. മറ്റേത് ഹിൽ പീപ്പിളാണ്. ബംഗാളികളും ഹിൽ പീപ്പിളായിട്ടുള്ള ആൾ. അപ്പോൾ ഇവർ കുടിയേറി പാർത്തവരാണ് ഷുദീബ് എന്ന് പറയും. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയുടെ തുടക്കത്തിൽ തന്നെ ഹീസ് യങ്, അബാൻഡൻഡ് ആൻഡ് റിജക്റ്റഡ് ലവർ. അപ്പോൾ ഇവൻ്റെ ഒരു പ്രണയം നിരസിച്ച് നമ്മുടെ പ്രണയിനിയായിട്ടുള്ള ബിബിത, ഹിൽ പീപ്പിളിലെ ബിബിതയുമായിട്ടുള്ള പ്രണയം റിജക്റ്റ് ചെയ്ത് ഈ സങ്കടകരമായിട്ട് മെൻ്റൽ ബ്രേക്ക് ഡൗണിന് ശേഷം ഇങ്ങനെ ഇരിക്കുകയാണ്, ഡിപ്രഷനൊക്കെ മൂലം. ഇത്രയും പ്രയാസമേറിയ ആ ഒരു ഘട്ടത്തിൽ കൂടെ അവൻ പോകുന്ന ഒരു ടൈമിലാണ് ഹിസ് ഫ്രണ്ട് ശുഭോപ്രിയസ് ഇൻവിറ്റേഷൻ. ശുഭോപ്രിയ നമ്മുടെ ഹിൽ പീപ്പിളിലെ ഒരു അംഗമായിട്ടുള്ള, അവൻ്റെ ലവറിൻ്റെ സ്ഥലത്തിലെ ഒരു അംഗമായിട്ടുള്ള ശുഭോപ്രിയ ഇവനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ കാരണം അവനൊരു റിലാക്സേഷൻ ആവുമല്ലോ ഈ ഒരു ഡിപ്രഷനിൽ നിന്ന്. ഹി ഹാഡ് ഹോപ്ഡ് ദാറ്റ് ഷുദീബ് സ്റ്റേ വിത്ത് ഹിം വുഡ് ഹീൽ ഹിസ് ഫ്രണ്ട്സ് ഹേർട്ട് എന്ന് വെച്ചാൽ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫ്രണ്ടിൻ്റെ ആ ഒരു മുറിവേറ്റ ഒരു ഹൃദയത്തിന് ഒരു ആശ്വാസമേകാൻ വേണ്ടി അവനോട് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ നമ്മുടെ ശുഭോപ്രിയ പറയുകയാണ്, അവനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഹി ഹാഡ് ഹോപ്പ് ദാറ്റ് ഷുദീബ് സ്റ്റേ വിത്ത് ഹിം വുഡ് ഓൾദോ ശുഭോപ്രിയ ഈസ് എ മെമ്പർ ഓഫ് ദി ഹിൽ ട്രൈബ് ബോത്ത് ഹാസ് ബീൻ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പം ശുഭോപ്രിയ എന്ന് പറയുന്നത് ഹിൽ ട്രൈബ്സിലെ ഒരു അംഗമാണ്, അതുപോലെ തന്നെ ഇവർ കൂട്ടുകാരുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഇവരുടെ ആ ഒരു സ്ഥലങ്ങൾ, ഇവരുടെ ആ ഒരു സമൂഹം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ശത്രുതയാണ്, ഹിൽ പീപ്പിളും ബംഗാളി പീപ്പിളും. ഇപ്പം ഓൾദോ ശുഭപ്രിയ കജോളിക ദ തേർഡ് സിസ്റ്റർ ഈസ് നൗ വിസിറ്റിംഗ് ഫോർ ദി ഡേയ്സ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവനെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയത്താണ് ഇവൻ്റെ ശുഭോപ്രിയയുടെ ഹിൽ പീപ്പിളിൻ്റെ അംഗമായ ശുഭോപ്രിയയുടെ ഇളയ പെങ്ങൾ വീട്ടിൽ വന്ന് ഹോളിഡേയ്സിൽ കോളേജിൽ പുറത്ത് പോയി പഠിച്ചിട്ട് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് താമസിക്കുന്നത്. ഓഫ് ദി 2 ബ്രദേഴ്സ് ദി യങ്ങസ്റ്റ് ഈസ് ജസ്റ്റൻ. അപ്പോൾ ഇവന് 2 സഹോദരന്മാർ കൂടെയുണ്ട്. അതിൽ ഏറ്റവും ഇളയ ആൾക്ക് 10 വയസ്സാണ്. അപ്പോൾ അവന് ഈ ഷുദീബുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ടായി. നൗ ആസ് ഹി സ്ട്രോൾസ് ഇൻ ദി ജംഗിൾ. അപ്പോൾ ബാക്കിയുള്ളവരുമായിട്ട് ഷുദീബിന് അത്ര താല്പര്യമില്ല, കാരണം ഇവൻ ബംഗാളി ആയതുകൊണ്ട് തന്നെ. നൗ ആസ് ഹി strolls in the jungle, Shudib looks around far away from the ruthless cruelty of civilization. അപ്പോൾ നമ്മുടെ ഇളയ ആൾ 10 വയസ്സുള്ള ആളുടെ പേരാണ് പൂർണ്ണചന്ദ്രൻ. നമ്മുടെ ശുഭോപ്രിയയുടെ ഏറ്റവും ഇളയ ആളാണ് പൂർണ്ണചന്ദ്ര. എന്ന് വെച്ചാൽ അവന് ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവർ രണ്ടുപേരും കൂടെ കാടുകളിൽ കൂടെ ഒരു കാട്ടിൽ ഇങ്ങനെ കയറി പോവാണ്, ചുമ്മാ ഒരു ഫ്രഷ്നെസ്സിന് വേണ്ടി. ഷുദീബ് ലുക്സ് അറൗണ്ട് ഫാർ അവേ ഫ്രം ദ റൂത്ത്ലെസ് ക്രൂവൽറ്റി ഓഫ് സിവിലൈസേഷൻ. അപ്പോൾ ഷുദീബ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, കാരണം അവന് കാടിൻ്റെ പുറത്ത് ഈ സിവിലൈസേഷൻ എന്ന് വെച്ചാൽ ആളുകൾ കൂടി താമസിക്കുന്ന ആ ഒരു സ്ഥലത്തെന്ന് പറയുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു കാട്ടിൽ ദ ജംഗിൾ ലുക്സ് ലൈക്സ് എ വാം ബ്ലാങ്കറ്റ് റെഡി ടു എൻഫോൾഡ് ഹിം ഇൻ ഹെയർ എംബ്രൈസ്. അപ്പം പക്ഷേ ഈ കാട് എന്ന് പറയുന്നത് അവന് തോന്നുകയാണ് ഇറ്റ്സ് ലൈക്ക് എ വാം ബ്ലാങ്കറ്റ്, ഒരു പുതപ്പ് പോലെയാണ്. എന്ന് വെച്ചാൽ തന്നെ കെട്ടി റെഡി ടു എൻഫോൾഡ് ഹിം ഇൻ ഹെയർ എംബ്രൈസ് എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ആലിംഗനം ചെയ്യുക. അപ്പം ഈ ഒരു ജംഗിൾ എന്ന് പറയുന്നത്, ഈ ഒരു കാട് അവന് ഉണ്ടാക്കുന്ന പ്രതീതി എന്ന് പറയുന്നത് ഒരു പുതപ്പ് പോലെയാണ്. അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു പ്രതീതിയാണ് കാട്ടിൽ നിന്ന് അവന് കിട്ടുന്നത്. പക്ഷേ ടൗണിലും ഈ ഒരു ആളുകൾ താമസിക്കുന്ന സിവിലൈസേഷനിലും അത് കിട്ടുന്നില്ല. അപ്പോൾ ഇത് ഓർക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഈസ് സോ മച്ച് ബ്യൂട്ടി, പീസ് ആൻഡ് കാം ഇൻ ദി വിർജിൻ ജംഗിൾ. അപ്പം കാട് എപ്പോഴും വിശുദ്ധീകരിയ അല്ലെങ്കിൽ വിർജിൻ ജംഗിളായിരിക്കും. അപ്പോൾ അതൊരു ബ്യൂട്ടിയാണ്, അത് മനോഹാരിത, അതിൻ്റെ ഒരു സമാധാനവും കാംനെസ്സും എല്ലാം കാടിനുണ്ട്. ഈ ആളുകൾ വരുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. ബട്ട് ദ ഐറണി ഈസ് ദാറ്റ് അണ്ടർനെത്ത്
ഇറ്റ് ഓൾ 3 റേജസ് എ ഗ്രിം ബാറ്റിൽ. അപ്പം ഇതിൻ്റെ പുറത്ത്, കാടിന് പുറത്ത് എല്ലാവരും ഭയങ്കര ശത്രുക്കളാണ്. എന്ന് വെച്ചാൽ മനുഷ്യരുള്ളിടത്താണ് കുഴപ്പമുള്ളൂ എന്നാണ് പറയുന്നത്. ദർ ഈസ് സോ മച്ച് ബിറ്റർനെസ്, ഹാട്രഡ്. ബിറ്റർനെസ് എന്ന് വെച്ചാൽ അമർഷം, ഹാട്രഡ് എന്ന് വെച്ചാൽ വെറുപ്പ്, ബ്ലഡ് ഷെഡ് ആൻഡ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ പുറത്ത്, കാടിന് പുറത്ത് ഈ ഒരു ബ്ലഡ് ഷെഡ് എന്ന് വെച്ചാൽ ചോര പൊടിയുന്ന ആ ഒരു ഇതും അതുപോലെ തകർച്ചയും എല്ലാ നെഗറ്റിവിറ്റിയും മുഴുവനും കാടിന് പുറത്താണ്. കാടിൻ്റെ അകത്ത് ഇവന് ഭയങ്കര ഒരു കാം ആൻഡ് പീസ്, സമാധാനമാണ്, അന്തരീക്ഷമാണ് ഇവന് നൽകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു സെക്ഷൻ. The reference is to the battle of the hill people against the Bengali settlers who are forcibly grabbing their lands inch by inch. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഹിൽ പീപ്പിൾ, ഒറിജിനലായിട്ടുള്ള അവിടുത്തെ ആദിവാസികളെന്ന് വേണമെങ്കിൽ പറയാം, ഹിൽ പീപ്പിൾ എന്ന് പറയാം. അവരും പിന്നെ ഈ കുടിയേറി പാർത്ത ബംഗാളി സെറ്റിലേഴ്സും തമ്മിലുള്ളതാണ് പ്രശ്നം. അവരിങ്ങനെ അവരുടെ ഓരോ സ്ഥലങ്ങളിങ്ങനെ കയ്യേറിക്കൊണ്ടിരിക്കുക. അപ്പം ദ ബാറ്റിൽ ഈസ് ഗ്യാതറിങ് മൊമെൻറ്റം. അപ്പോൾ ആ ഒരു ഇവർ തമ്മിലുള്ള ആ ഒരു ബാറ്റിൽ, അവർ തമ്മിലുള്ള ആ ഒരു യുദ്ധം എന്ന് പറയുന്നത് വളരെ ശക്തി ആർജിച്ച് വരികയാണ്. അതുപോലെ തന്നെ ഫാനിങ് ഹാറ്റഡ്. അപ്പോൾ അവർ തമ്മിൽ ഇടയിലുള്ള ആ ഒരു അന്തരം എന്ന് പറയുന്നത് കൂടുതൽ ഒത്തിരി വെറുപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ അവർക്ക് ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുകയും അതുപോലെ കൊല്ലുകയും ചെയ്യും. ഷുദീബ് ആസ്ക്ഡ് പൂർണ്ണചന്ദ്ര ദ മീനിങ് ഓഫ് ഹിസ് നെയിം ആൻഡ് ഹാഡ് ഗീവൻ ഹിം ദിസ് ബ്യൂട്ടിഫുൾ നെയിം. ഹി വാസ് ഡീപ്ലി ഹർട്ട്. അപ്പം നമ്മുടെ ഷുദീബും പൂർണ്ണചന്ദ്രനും കാടിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കുകയാണ്. പൂർണ്ണചന്ദ്രയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് എവിടെ നീ പൂർണ്ണചന്ദ്ര എന്നുള്ള പേര് കിട്ടിയത്? ഫുൾ മൂൺ, പൂർണ്ണമായിട്ടുള്ള ചന്ദ്രൻ, ഫുൾ മൂൺ എന്നാണ് അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു പേര് കിട്ടിയത്? അപ്പോൾ അവന് പെട്ടെന്നൊരു സങ്കടം വരികയാണ്. അപ്പോൾ അവൻ്റെ പഴയകാലം ഓർക്കുകയാണ്, നമ്മുടെ 10 വയസ്സുള്ള പൂർണ്ണചന്ദ്രൻ ഓർക്കുകയാണ്. ദ റീസൺ വാസ് ദാറ്റ് ഹി വാസ് വിറ്റ്നസ് ടു ദി കില്ലിംഗ് ഓഫ് ദി ഓൾഡ് മാൻ തക്കൂർദ ഹു വാസ് ടു വീക്ക് ടു റൺ. അപ്പം ഇവൻ ഓർക്കുകയാണ്, ഇവൻ്റെ ഗ്രാമത്തിലുള്ള ഭയങ്കര ഒരു ഓൾഡ് മാനായിട്ടുള്ള തക്കൂർദ എന്ന് പറയുന്ന ആളാണ് ഇവൻ ആ പേരിട്ടത്. അപ്പോൾ ഇവൻ്റെ ആ ഒരു കൊലപാതകമല്ല ഇവൻ നേരിട്ട് കാണുകയുണ്ട്. എന്ന് വെച്ചാൽ ബംഗാളി സെറ്റിലേഴ്സ് വന്ന് ഇവനെ അന്ന് കൊല്ലുകയും ഇവന് ഓടാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവർ വന്ന് കൊല്ലുകയും ചെയ്തു പോയി. അപ്പോൾ ഇവൻ്റെ ആ ഒരു പൂർണ്ണചന്ദ്ര എന്നുള്ള പേര് ആരായിട്ടാന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ വരിക. അത് ഈ നമ്മുടെ കൊച്ച് നേരിട്ട് കാണുകയും ചെയ്തു. ഇറ്റ് വാസ് ഹു ഹാഡ് given the boy his wonderful name. The host young brother is Purnachandra, meaning full moon. He is only 10 years old. The boy soon becomes a close friend and a guide of Shudip. അപ്പം ഇവർ തമ്മിൽ ഭയങ്കര ചങ്ങാത്തമായി. അപ്പം ബാക്കി ഇളയ പെങ്ങൾക്കൊന്നും ഈ ശ്രുദീപിനെ കണ്ടുകൂടെങ്കിലും ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയി. ഹി ഹാഡ് ഹാപ്പൻ ടു വിറ്റ്നസ് ദി ബ്രൂട്ടൽ കില്ലിംഗ് ഓഫ് ഓൾ. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ ഹൊറർ ഓഫ് ഇറ്റ് ചേഞ്ച്ഡ് ലിറ്റിൽ ഫുൾ മൂൺസ് ലൈഫ് ഫോർ എവർ. അപ്പോൾ ഈ ഒരു ചെറുപ്പത്തിൽ ഈ നമ്മുടെ തക്കൂർദയുടെ കൊലപാതകം നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ പൂർണ്ണചന്ദ്രയുടെ ആ ഒരു പൂർണ്ണചന്ദ്രൻ ഇല്ലാതെയായി. എന്ന് വെച്ചാൽ ആ ഒരു പൂർണ്ണചന്ദ്രൻ്റെ ആ ഒരു സൗന്ദര്യം ഇവനിൽ ഇല്ലാതെയായി, ഒരു ഹാഫ് മൂൺ പോലെയായി. ഇറ്റ് വാസ് ഹീ ഹു ഗേവ് ഹിം ദ നെയിം പൂർണ്ണചന്ദ്ര. ആൻഡ് പൂർണ്ണചന്ദ്ര ഈസ് വെരി മെച്യൂർ ഫോർ ഹിസ് ഏജ്. ഹി നോസ് ദ വേൾഡ് ജംഗിൾ അറൗണ്ട് ലൈക്ക് വൈറ്റ് ഓഫ് ഹിസ് പാം. എന്ന് വെച്ചാൽ അവൻ്റെ അത്രയും മെച്യൂർഡ്, 10 വയസ്സുള്ളെങ്കിലും അവന് ഭയങ്കര മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ കാടിനെ പറ്റി അവൻ്റെ കാടെന്ന് പറയുന്നത് അവൻ്റെ ഉള്ളം കൈ പോലെയായിരുന്നു. അത്രയും വ്യക്തവും അത്രയും കൃത്യമായിട്ട് അവനറിയാം അതിൻ്റെ മുക്കും മൂലം. ഷുദീബ് ലുക്ക്ഡ് അറൗണ്ട് ഹിം. There was so much beauty and peace in the virgin jungle, but underneath it all raged a grim battle. A stray bullet could pierce him at any time. അപ്പോൾ ഷുദീബ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ചൊക്കെയാണ് നോക്കുന്നത്. കാരണം ഇവരുടെ ആളുകൾ, നമ്മുടെ പൂർണ്ണചന്ദ്രൻ്റെ ആളുകൾ ആരെങ്കിലും കണ്ടാൽ ഇവൻ്റെ തലയിൽ കൂടെ ബുള്ളറ്റ് എപ്പോൾ പോയെന്ന് ചോദിച്ചാൽ മതി. നൗ എ റോറിങ് ഫ്രൈറ്റൻഡ് ഹിം, ബട്ട് ഇറ്റ് വാസ് എ പ്രാങ്ക് പ്ലേഡ് ബൈ ഹിസ് ഫ്രണ്ട് ലിറ്റിൽ പൂർണ്ണചന്ദ്രൻ. അപ്പോൾ ഇവർ പയ്യെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ പൂർണ്ണചന്ദ്രൻ എൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാക്കുക, ടോ എന്ന് പറഞ്ഞ സൗണ്ട് ആക്കില്ലേ, അതുപോലെ ഒരു റോറിങ് സൗണ്ട്, ഒരു ഭീകരമായിട്ടുള്ളൊരു സൗണ്ട് ഉണ്ടാക്കി ഇവനെ പേടിപ്പിക്കുക. ഹി ഹാഡ് എ കൗബൽ വിത്ത് ഹിം. അപ്പോൾ അതൊരു പ്രാങ്ക്, ഒരു കളിപ്പിക്കുന്ന ഒരു രീതിയിൽ നമ്മുടെ പൂർണ്ണചന്ദ്രൻ ഇവനെ കളിപ്പിച്ചു. അപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഹി ഹാഡ് എ കൗ ബെൽ വിത്ത് ഹിം. അപ്പം ഇവൻ്റെ കയ്യിലൊരു പശുവിൻ്റെ ഒരു ബെല്ലുണ്ട് ഇവൻ്റെ കയ്യിൽ. ഹി സജസ്റ്റഡ് സുദീപ് ടു വിയർ ഇറ്റ്. അപ്പം ഇവൻ നമ്മുടെ പൂർണ്ണചന്ദ്രൻ ഈ ഒരു നമ്മുടെ പശുവിൻ്റെ കഴുത്തിലിടുന്ന ഒരു ബെല്ലില്ലേ, ഒരു മണിയില്ലേ, ആ മണി അവനോട് ധരിക്കാൻ പറയാം. ഇറ്റ് വുഡ് ബി യൂസ് ഇഫ് ഹി ലോസ്റ്റ് ഹിസ് വേ. അപ്പോൾ ഇവൻ എവിടെയെങ്കിലും വഴി തെറ്റുകയാണെങ്കിൽ ഈ ഒരു ടിങ് 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 എന്നുള്ള സൗണ്ട് കേട്ടിട്ട് അവൻ അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്രയും ബുദ്ധിയുള്ളവനാണ് നമ്മുടെ പൂർണ്ണചന്ദ്രൻ. പ്രസൻ്റ്ലി ഹി ആസ്ക്ഡ് ദ ബോയ് വിതൗട്ട് എനി റെഫറൻസ് വെദർ ഹി കുഡ് ട്രസ്റ്റ് ഹിം. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ചോദിക്കണം, നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ? ഡു യു ട്രസ്റ്റ് മീ?
ഇത്രയൊക്കെ നമ്മൾ സംസാരിച്ചു, നിനക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ വിശ്വാസമുണ്ടോ? അപ്പോൾ ഇവൻ ഒറ്റ ആൻസറേ ഉള്ളൂ, നോ, ഇല്ല എന്ന് തറപ്പിച്ചങ്ങ് ഒറ്റ ഒരു ഇൻസ്റ്റൻറ്റിൽ പെട്ടെന്ന് തന്നെ പറയാം, വേറെ ഒന്നും ആലോചിച്ചില്ല. എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു. നിന്നെ ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് നടന്നെങ്കിലും എനിക്ക് എന്നെ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദ ബോയ് വാസ് ഫ്രാങ്ക്. ആ ബോയ് അത്രയും സത്യസന്ധനായിരുന്നു. അവൻ പറഞ്ഞ ശരിയാണ്. കാരണം ഇവർ അത്രയും ഒരു അമർഷം ഇവർക്ക് അവരോടുണ്ട്, ഈ ബംഗാളി സെറ്റിലേഴ്സിനോട്. അത് അവരുടെ ചെറുപ്പം മുതലേ അവർ കണ്ടു വളർന്നൊരു കാര്യമാണ്. അപ്പം ആ ഒരു സ്വഭാവം അവൻ്റെ മേലുമുണ്ട്. അപ്പം പെട്ടെന്ന് ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ക്വിറൽ ജംപ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഫ്രണ്ട്. സുദീപ് റൺസ് ആഫ്റ്റർ ഇറ്റ് ബട്ട് ഇറ്റ് എസ്കേപ്പ്. അപ്പോൾ ഇവർ നടന്നു പോകുമ്പോൾ ഒരു അണ്ണാൻ ഇവരുടെ ഫ്രണ്ടിൽ വന്ന് ചാടുക. അപ്പോൾ സുദീപ് എൻ്റെ പുറകെ പോയി എന്നെ പിടിക്കാൻ പോവുക. അപ്പോൾ സ്ക്വിറൽ റിമൈൻ. അപ്പം ഈ സ്ക്വിറൽ നമ്മുടെ ഈ ഒരു അണ്ണാൻ ഓടി രക്ഷപ്പെടുക. അപ്പോൾ ഇവൻ അവൻ്റെ പുറകെ ഓടുക. ആര്? നമ്മുടെ സുദീപ്. അപ്പോൾ ഇവൻ ഒട്ടും പിടി കൊടുക്കുന്നില്ല ഈ അണ്ണാൻ. അപ്പം ഇവൻ അന്നേരം ഈ പിടി കൊടുക്കാത്തതുകൊണ്ട് ഇവൻ അവൻ്റെ പഴയ ലവർ ബിബിതയെക്കുറിച്ച് ഓർക്കുകയാണ്. ആ ഒരു അണ്ണാനെ കാണുമ്പോൾ അവൻ ആ ചാടി ഓടി രക്ഷപ്പെട്ട അവനിൽ നിന്ന് അകന്നു പോയ ആ ഒരു ഫീലിങ്സ് ഇവൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. ദസ് ഷുദീപ് റെപ്രസെൻറ്റഡ് ദി എനിമി. ദി ചൈൽഡ് ടോൾഡ് ഹിം ദാറ്റ് ഇഫ് ഹി സ്റ്റേഡ് ദർ ടു ലോങ് ദ മിലിറ്ററി മൈറ്റ് ബേൺ ഹിം അപ്പ് ദ വോൾ വില്ലേജ്. അപ്പം ഇവൻ നമ്മുടെ കൊച്ച് പറയുകയാണ്, ഇനിയും നമ്മൾ അധികം താമസിച്ച് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈട്ടിക്കഴിഞ്ഞാൽ മിലിറ്ററി വന്ന് നമ്മളെല്ലാം കത്തിക്കും, നമ്മുടെ വില്ലേജ് എല്ലാം വന്ന് കത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് പോകാമെന്ന് പറയാം. അപ്പോൾ ഈ ഒരു സംഭവ വികാസങ്ങളൊക്കെ നടക്കുമ്പം നേരെ അപ്പുറത്ത് നമ്മുടെ കച്ചോകിക എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, അവൾ ഈ കാട്ടിലേക്ക് കയറുകയാണ്. കജോകിക വാസ് വെയിറ്റിംഗ് ബൈ ദി ബാംബു ഗ്രൂവ് ഇൻ ഓർഡർ ടു മീറ്റ് ഹെർ ലവർ റബോട്ടി. അപ്പോൾ റബോട്ടി ആയിട്ടുള്ള അവൻ്റെ പ്രണയിനിയെ കാണാൻ വേണ്ടി കജോകിക അവിടെ വെയിറ്റ് ചെയ്യുക കാട്ടിൽ. ഇവർ മറ്റേ പൂർണ്ണചന്ദ്രൻ അവന്മാർ വേറൊരു സൈഡിൽ കൂടെ നടക്കുവാണെങ്കിൽ കജോകിക ഒരു ബാംബു ഫോറസ്റ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അറ്റ് ദി സെയിം ടൈം പൂർണ്ണചന്ദ്ര ആൻഡ് ഷുദീപ് വെയർ ഓൾസോ ഇൻ ദ ഫോറസ്റ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പൂർണ്ണചന്ദ്രനും ഷുദീപും ആ ഒരു സ്ഥലത്ത് ഉണ്ട്. ദ ജംഗിൾ വാസ് എൻവലപ്ഡ് ഇൻ ഡാർക്ക്നെസ് ഓൾദോ ഇറ്റ് വാസ് ഡേ ടൈം. അപ്പം ഈ ഒരു കാടിൽ ഇത്രയും ഇരുട്ടേറിയ സമയം എന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു പകൽ സമയം മാറിയിട്ട് ഇരുട്ടിലേക്ക് കടക്കുകയാണ്. ദ കനോപ്പി ഓഫ് ദി ട്രീസ് വാസ് സോ തിക്ക് ദാറ്റ് ഇറ്റ് പ്രിവെൻറ്റഡ് ദ സൺ ഫ്രം ഷെഡിങ് ഈവൻ എ റേ ഓഫ് ലൈറ്റ്. അപ്പം ഈ ഒരു മരമെല്ലാം കാരണം ഇത്രയും തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു സൂര്യപ്രകാശം പോലും ഉള്ളിൽ കടക്കത്തില്ലായിരുന്നു. ഈ ഫോട്ടോയിൽ പോലെ തന്നെ അത്രയും ഇരുട്ടായിരുന്നു. ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. എന്തോ ഒരു അനിഷ്ടം വരാൻ പോകുന്ന പോലെ ഈ ഒരു ഫോറസ്റ്റിന് തോന്നുകയാണ്. എ മിലിറ്ററി ജീപ്പ് കെയിം ക്വൈറ്റ് നിയറർ ആൻഡ് ദെൻ സ്പ്രെഡ് അവേ. ഇപ്പോൾ ഒരു മിലിറ്ററി ജീപ്പ് ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്ന ഒരു സൗണ്ട് ഇവർ കേൾക്കുകയാണ് നല്ല സ്പീഡിൽ. പൂർണ്ണചന്ദ്ര ബിഗെയിൻ റണ്ണിങ് വൈഡ്ലി ലുക്കിംഗ് ഫോർ കജോകിക. അപ്പം ഷുദീപ് ഓൾസോ റൺ ബിഹൈൻഡ് ദ ബോയ്. അപ്പോൾ ഈ ഒരു ജീപ്പ് ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ഇവർ പയ്യെ ഒന്ന് നിരീക്ഷിച്ചിട്ട് എന്താ സംഭവം എന്ന് നോക്കുകയാണ്. അപ്പം നമ്മുടെ പൂർണ്ണചന്ദ്രൻ നോക്കുമ്പോൾ ആരാ കാണുന്നത്? കജോകികയെ അവിടെ കാണുകയാണ്. കജോകിക നമ്മുടെ ലവറായിട്ടുള്ള റബോട്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം ഷുദീപ് ഓൾസോ റൺ ബിഹൈൻഡ് ദ ബോയ്. ഇപ്പോൾ ഷുദീപും ഇതിൻ്റെ പുറകെ പോയി. ദേ ഫൗണ്ട് കജോകിക. ഇപ്പം നമ്മുടെ ഈ ഒരു മിലിറ്ററി ജീപ്പ് പോയ സ്ഥലത്ത് ഇവർ ചെന്ന് നോക്കുമ്പോൾ കജോകിക അവിടെ കാണുക. ഹെർ ക്ലോത്ത്സ് വെയർ സ്ട്രീവൻ, ഹെർ ബോഡി വാസ് മോഷൻലെസ്. അപ്പോൾ അവളുടെ തുണികളെല്ലാം മുറിച്ചിട്ടേക്കുന്നത്, അതുപോലെ വസ്ത്രമില്ലാതെ ഒരു ബോഡി അത്രയും ശോഷിച്ച അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ബോഡി വാസ് ഫ്ലോയിങ് ബിറ്റ്വീൻ ഹെർ ലെഗ്സ്, ബ്ലഡ് വാസ് ഫ്ലോയിങ് ബിറ്റ്വീൻ ഹെർ ലെഗ്സ്. അപ്പം ബ്ലഡ് അവളുടെ ദേഹത്തോടെ നല്ല രീതിയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഒബിയസ് ദ മെൻ ഇൻ ദ മിലിറ്ററി ജീപ്പ് ഹാഡ് റേപ്ഡ് ഹെർ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുകയാണ് ആ മിലിറ്ററി ജീപ്പിലുള്ള ഒരാൾ ഇവളെ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. മിലിറ്ററിയിലുള്ള ആളുകൾ ഷീ വാസ് നോട്ട് ഡെഡ്, ഷീ വാസ് ബ്രീത്തിങ്. ഷുദീപ് കവേർഡ് ഹെർ നേക്കഡ്നെസ്. അപ്പം അവൾ ചെറുതായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്, മരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഷുദീപ് ഓടി വന്ന് ഇവളെ ആ നഗ്നത മറയ്ക്കുകയാണ്. ദ ബോയ് ആൻഡ് ഹി ടുഗദർ ക്യാരിഡ് ഹെർ ടു ഡെലിവർ ഹെർ ടു ഹെർ പീപ്പിൾ. അപ്പം നമ്മുടെ കൊച്ചു പൂർണ്ണചന്ദ്രനും എല്ലാം ഷുദീപും കൂടെ ഓടി ചെന്ന് ഇവരുടെ ആളുകളുടെ അടുത്തേക്ക് ഇവളെയും കൊണ്ട് ഓടുകയാണ്. സഡൻലി റബോട്ടി ആൻഡ് ഹിസ് കോംറേഡ് അപ്പിയർഡ് ബിഫോർ ഹിം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇവളുടെ ഈ ഒരു റേപ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ട് ഓടുമ്പോൾ ബ്ലഡ് കൊണ്ട് ഇങ്ങനെ കുളിച്ച് കിടക്കുന്ന ഒരു ബോഡിയുമായിട്ട് ഇവനെ ഓടുമ്പം
നമ്മുടെ റബോട്ടി, ഇവളുടെ ലവറായിട്ടുള്ള റബോട്ടിയും കുറേ ആളുകൾ, അവൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇത് കാണുക. തിങ്കിങ് ദാറ്റ് ഷുദീബ് ഹാഡ് ബീൻ റെസ്പോൺസിബിൾ ഫോർ ദിസ് ക്രിമിനൽ ആക്ട്, റബോട്ടി പോയിന്റഡ് ഹിസ് റൈഫിൾ അറ്റ് സുദീപ് ചെസ്റ്റ്. അപ്പോൾ ഈ ഒരു രംഗം കാണുമ്പോൾ പെട്ടെന്ന് ഈ റബോട്ടി ഓർക്കുകയാണ് ഷുദീബ് ഇവനെ എന്തോ ചെയ്തിട്ടുണ്ട്, ഇവനെ റേപ്പ് ചെയ്തത് ഷുദീബാണ്. അപ്പോൾ റബോട്ടി ഉടനെ തന്നെ അവൻ്റെ കയ്യിലുള്ള റൈഫിൾ തോക്കെടുത്ത് അവൻ്റെ ചെസ്റ്റിനിട്ട് തന്നെ വെടിവെക്കുകയാണ്. ബട്ട് വെൻ ദി ബോയ് സെഡ് ഹി വാസ് ഇന്നസെൻറ്റ്, റബോട്ടി ബ്രോക്കൺ ഡൗൺ ആൻഡ് വെറ്റ്. നമ്മുടെ കൂടെയുള്ള പൂർണ്ണചന്ദ്രൻ ഇവനെല്ലാം അറിയാവുന്ന ആളാണല്ലോ. പൂർണ്ണചന്ദ്രൻ പറഞ്ഞു, അയ്യോ അവൻ നിരപരാധിയാണ്, അവനെ ഒന്നും ചെയ്യല്ല എന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ റബോട്ടി തകർന്നുപോയി. എന്ന് വെച്ചാൽ അവൻ വെടി ഉതിർക്കുകയും ചെയ്തു, മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇവൻ ബ്രോക്കൺ ഡൗൺ ആൻഡ് വെപ്റ്റ്, അവൻ കരയാൻ തുടങ്ങി. ഷുദീപ് നൗ ക്യാരിഡ് കജോഗിക ടു ഹെർ ഹോം. ഷുദീപ്, Shubhopriya and others were all horrified and furious. He wanted to wreak vengeance on Sudeep's people for all the wrongs they had committed against the hill people. അപ്പോൾ ഈ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മുടെ കാര്യം, ഇവൻ നല്ല കാര്യമാണ് ചെയ്തതെങ്കിലും നമ്മുടെ ഹിൽ പീപ്പിൾ, അവിടുത്തെ നമ്മുടെ ശുഭോപ്രിയയുടെയൊക്കെ ആളുകൾ ഇവനെ ഒരു ഇരയായിട്ട് കിട്ടി. നമ്മുടെ ഷുദീപിന് ഇവനൊരു നല്ല കാര്യം ചെയ്തെങ്കിലും ഇവന്മാരെല്ലാം ഇവനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവനെ തൂക്കിയിടുക ചെയ്യും. നമ്മുടെ ഹിസ് ഫാദർ ബൗണ്ട് ഷുദീപ് ടു എ ട്രീ. അപ്പോൾ ഇവൻ്റെ അപ്പൻ, നമ്മുടെ ശുഭോപ്രിയയുടെ അപ്പൻ ഈ സുദീപിനെ ഒരു മരത്തിൽ കെട്ടി തൂക്കിയിടും. ഹി റിമൈൻഡ് സൈലൻറ്റ് ആൻഡ് എംപത്തറ്റിക്. അപ്പോൾ ഇവൻ നമ്മുടെ ഷുദീപ് നിശ്ചലമായിട്ട്, അതുപോലെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെ എംപത്തറ്റിക് എന്ന് വെച്ചാൽ അവൻ ഒന്നിനും എതിർത്ത് പറയുകയോ ഞാനല്ല ഇത് ചെയ്തത് എന്ന് പോലും പറയാതെ അവൻ ആ ചോരയിൽ കുളിച്ച് ഇങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടക്കുക. അപ്പം ഇതാണ് കഥ. അപ്പം നിരപരാധിയായിട്ടുള്ള ഒരാൾ സഹായം ചെയ്തിട്ട് പോലും ആളുകൾ അവനെ അവൻ്റെ എനിമി ഗ്രൂപ്പിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഇവനെ കൊല്ലുകയാണ് ഉണ്ടായത്. ഇതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഫുജിറ്റീവ് എന്ന് വെച്ചാൽ, ഫുജിറ്റീവ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ, ഫുജിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടുക, എവിടെ നിന്നെങ്കിലും ഒളിച്ചോടുന്ന. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുഴുവനും ഇപ്പം നമ്മുടെ സുദീപ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒളിച്ചോട്ടം, അവൻ്റെ ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടമാണ് ഇതെന്ന് പറയുന്നത്, ഈ ഒരു കഥ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവൻ്റെ ആ ഒരു വേദനയിൽ നിന്ന്, അവൻ്റെ ആ ഒരു നഷ്ടപ്രണയത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ വേണ്ടി അവൻ സ്വീകരിച്ചത് ഒരു ജംഗിളിലേക്കും അതുപോലെ തന്നെ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലും പോയി ഇവൻ പാർത്തത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവൻ പോലും അറിയാതെ ഇവൻ്റെ മേലെ ആ കുറ്റം വന്ന് ചേരുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു